ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൊരു ഗുരുവായൂർ യാത്ര പോകാൻ പോയാണ്. അപ്പോൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലല്ലമ്മ ട്രെയിനിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തേക്കുന്നത്. റിഹു അച്ഛൻ്റെ ഒപ്പം നല്ല കളിയാണ്, കരച്ചിലുണ്ട്. അപ്പം ട്രെയിൻ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ. അവസാനം ട്രെയിൻ വന്നു. റിസർവേഷൻ ആയതുകൊണ്ട് സീറ്റ് കിട്ടീനി. അങ്ങനെ സീറ്റിലിങ്ങനെ ഇരുന്നിട്ട് ഗുരുവായൂർ കുറ്റിപ്പുറം ഇറങ്ങിയിട്ട് പോകേണ്ട പരിപാടിയാണ്. സീറ്റ് കിട്ടിയതുകൊണ്ട് സൈഡ് വ്യൂ എല്ലാം നല്ലോണം ആസ്വദിച്ച് പോകാൻ പറ്റീനി. അങ്ങനെ റിഹു ഒരു ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് കളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ റിഹും കൂടി കുറച്ച് സമയം ഇങ്ങനെ കുറേ ബഗടം കളിയെല്ലാം കളിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. ട്രെയിൻ കോഴിക്കോട് സ്റ്റോപ്പ് ചെയ്തിട്ടല്ലേ, ആ സമയം ഞാൻ റിഹു ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. റിഹുവിൻ്റെ ആദ്യത്തെ ഒരു ട്രെയിൻ യാത്രയും കൂടാണ് നമ്മളെ ഗുരുവായൂർ. റിഹു എന്തിനു കാരണം ഉമ്മൻ വെച്ച് സോപ്പിടുന്നെല്ലാം ഉണ്ട്. അങ്ങനെ കുറ്റിപ്പുറം ഇറങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് ബസ്സിനാണ് വന്നത്. ബസ്സിന് വരുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തിയപ്പം ഗുരുവായൂരിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് അമ്പലത്തിലേക്ക് നടക്കുക. നമ്മൾ കുറച്ച് നടക്കാനില്ല, അങ്ങനെ അമ്പലത്തിലെത്തി. റൂം എടുക്കണം അത്രേ. റൂം ഇങ്ങനെ തിരക്കിക്കൊണ്ട് നിൽക്കാനുള്ള പരിപാടിയിലാണ്. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ റൂം നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ റൂം കിട്ടി. കുളിച്ച് ഫ്രഷായി പോകാൻ പോയി. അങ്ങനെ അമ്പലത്തിന് നടയിലെത്താനായിട്ട് മുമ്പിലെത്താനായിട്ട് ദിവസം ആയതുകൊണ്ട് അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ചയാണ്. അമ്പലത്തിൽ തോതിട്ടെല്ലാം വന്നിട്ട് പുറത്തുനിന്ന് കറങ്ങാൻ ഇറങ്ങിയാണ്. ഫുഡും കഴിക്കണം. ഞാനും ജോതും കൂടി ഇറങ്ങിയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടന്ന് ഏത് ഹോട്ടലിൽ കയറണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിന്. അങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസും ഉണ്ട്. ഇന്ത്യൻ കോഫീസ് കയറാമെന്ന് വിചാരിച്ചു. ഗുരുവായൂരായതുകൊണ്ട് വെജിറ്റബിൾ ഐറ്റംസ് ആണല്ലോ. അങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസ് കയറിയിട്ട് വെജിറ്റബിൾ ബിരിയാണി നിന്നിട്ട് പുറത്തിറങ്ങി നേരെ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ ഓഡിറ്റോറിയത്തിൽ
നേരെ പടിഞ്ഞാറ് നട ലക്ഷ്യമാക്കി നടന്നു. അവിടെ ആനനെ കാണുന്നുണ്ടായിന്. ഒരാന അകത്തേക്ക് കയറിയായിരുന്നു. ബാക്കി 2 ആന ഇവിടെ ഉണ്ട്. അങ്ങനെ ആനയുടെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് നാളെല്ലാം ചന്തയിൽ കയറി എന്തോ വാങ്ങേണ്ട പരിപാടിക്കാണ്. റീഹുവിന് എന്തോ വളയാട്ടം നോക്കിയാന്ന് തോന്നുന്നു. അവിടെ വള നോക്കുന്ന തിരക്കിലാണ്.